അതെ, എനിക്കിവിടെ അടുത്തായിരുന്നു ഡ്യൂട്ടി. അപ്പോ വീട്ടിൽ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അതേതായാലും നന്നായി. ഇവിടുത്തെ ഹോട്ടലിലെ ഭക്ഷണം വായിൽ വയ്ക്കാൻ കൊള്ളില്ല. മോള് ചെല്ല്, ഗിരി അകത്തുണ്ട്. ചെല്ല്. ഇതെന്താ ഈ വഴിക്കൊക്കെ? ഇന്ന് ഊണ് ഒരുമിച്ചാവാന്ന് കരുതി. ആഹാ, അതുകൊള്ളല്ലോ. എന്നാ വാ, അവിടെ ഇരുന്ന് കഴിക്കാം. വാ. ആഹാ, എന്താ ടേസ്റ്റ്! ഒരു രക്ഷയില്ല. ഊണ് കഴിക്കുമ്പോൾ ചിലപ്പോ പതിവില്ലാതെ ഇത്രയും നല്ലൊരു കമ്പനി കിട്ടിയോണ്ടായിരിക്കും. എല്ലാ ദിവസവും ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവരാൻ പറ്റുമായിരുന്നെങ്കിൽ കലക്കിയേനെ. അതിനെന്താ, ഞാൻ മഹിമയെ പുറത്തിറക്കി കഴിഞ്ഞാ ജോലി രാജിവെക്കും. പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവരാം. ഓ, എനിക്ക് ഭക്ഷണം കൊണ്ടുവരാനായിട്ട് ഒരു സർക്കാർ ജോലി രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് മാത്രം ടേസ്റ്റ് ഒന്നും ഇതിനില്ല. ഇപ്പൊ അങ്ങനെയായല്ലേ? കൊള്ളാം. ആഹാ, നീ വലിയ ആളായല്ലോ മോനെ. നിന്റെ ഊണൊക്കെ വരുന്നത് പോലീസ് സെക്യൂരിറ്റിയോടെ ആണല്ലോ. പിന്നല്ല, സൈറ്റിലുള്ളവരൊക്കെ എന്റെ റേഞ്ച് ഒന്ന് അറിയട്ടെ എന്ന് കരുതി. ഈ ഡ്രില്ല് പണി മുടക്കി ഒന്ന് വരാവോ? വരുന്നു. ഗിരീട്ട, നീ എന്താ ഈ കാണിക്കുന്നത്? ഭക്ഷണം കഴിച്ചിട്ട് മതി പണിയൊക്കെ. ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും സ്വൈര്യം കൊടുത്തൂടെ അവന്? ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ കണ്ടില്ല. അത് സാരമില്ലക്ക, 10 മിനിറ്റത്തെ കേസല്ലേ ഉള്ളൂ. ഞാനിപ്പോ വരാവേ. അവൻ ചെയ്യേണ്ട പണിയല്ലിത്. പക്ഷേ എല്ലാം ഏറ്റെടുത്ത് ചെയ്യും. അവൻ ഒരാളുണ്ടായാ മതി. സൈറ്റിലെ എല്ലാ പണിയും കൃത്യമായി നടക്കും. ഇവൻ വന്നതിന് ശേഷം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യം പോലും ഇല്ല. ഞാൻ വെറുതെ അവനൊരു കമ്പനി കൊടുക്കാൻ മാത്രം വരുന്നതാ. ഗിരി ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോ മോക്ക് നല്ല വിഷമമുണ്ടാവുമെന്ന് എനിക്കറിയാം. സുഖമായിട്ട് ജോലി ചെയ്തിരുന്ന ആളാ. ഇപ്പൊ കൈയും കാലും ഒക്കെ പൊട്ടി വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുക. എനിക്കും എന്റെ കുഞ്ഞിനു വേണ്ടി മാറാൻ തീരുമാനിച്ചതുകൊണ്ടാ അദ്ദേഹത്തിന് ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. സത്യത്തിന്റെയും ന്യായത്തിന്റെയും ഭാഗത്ത് നിന്ന് മുന്നേറുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ് മോളെ. പക്ഷേ ഒരിക്കൽ അതിന്റെ ഒരു സുഖം പിടിച്ചാൽ ജീവിതകാലം മുഴുവൻ ആ വഴി സന്തോഷത്തോടുകൂടി നടക്കും. മോള് വിഷമിക്കണ്ട. ആ ഗോപാലനെ പോലെ അല്ല ഞാൻ. അർഹിക്കുന്ന സ്ഥാനവും കാശും എല്ലാം അവന് ഞാൻ കൊടുക്കും. ഇത് എന്റെ വാക്കാ. കാതറിക്കയുടെ കൂടെ ഗിരിയേട്ടൻ ജോലി ചെയ്യുന്നതാ എന്റെ സമാധാനം. ഗിരിയേട്ടൻ തെറ്റായിട്ടൊന്നും ചെയ്യില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അത് ശരിയാ. തെറ്റായ വഴിക്കുണ്ടാക്കുന്ന 1 രൂപ പോലും ഈ കാതർ കൈകൊണ്ട് തൊടില്ല. മോള് ധൈര്യമായിട്ടിരിക്കും. ഗിരി നിങ്ങൾക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിൽ നല്ല ഉയരത്തിലെത്തും. എന്നാലേ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഇല്ലെങ്കിൽ എല്ലാവരും ഞാൻ മുതലാളി കളിച്ച് നിൽക്കുകയാണെന്ന് പറയും. ഓക്കെ, ശരിയെന്നാ. ഞാൻ എന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാലും ചാർജ് എടുത്ത് ഇത്രയും പെട്ടെന്ന് ജോർജിനെ മാറ്റാൻ പറ്റില്ലെന്നാ എല്ലാവരും പറയുന്നത്. കുറച്ചു കാലം അയാളെ സഹിച്ചേ പറ്റൂ. ജയിലിനകത്ത് സൂപ്രണ്ട് രാജാവിനെ പോലെയാ. അയാൾക്ക് ഇവിടെ എന്തു ആവാം. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അയാൾക്ക് പലതും ചെയ്യാൻ പറ്റും. ഗോപാലിന് ഇറക്കുമതി ചെയ്ത ആളായതുകൊണ്ട് നമ്മളെ ഇതിനകത്ത് വെച്ച് തീർക്കാൻ അയാൾ തീരുമാനിച്ചാൽ പോലും അത്ഭുതപ്പെടാനൊന്നുമില്ല.
കട്ടിൽ എന്റെ മുറിയിലേക്കാ. എനിക്ക് നടുവേദന എടുക്കുന്നെന്ന് പറഞ്ഞതേ ഉള്ളൂ. ജോർജ് സാറ് എല്ലാം ശരിയാക്കി തന്നു. ജോർജ് സാർ അങ്ങനെ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ കാണുന്നവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. എതിർക്കുന്നവരെ വെച്ചേക്കത്തുമില്ല. ദേ, നിന്റെ ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ട. നിന്നെ പോലെ കുറെ എണ്ണത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നെ പോലെയോ? എന്നെ പോലെ കുറെ ആൾക്കാരെ അക്കമ്മ കണ്ടിട്ടുണ്ടോ? കണ്ടു കാണുകയല്ല. ഇതൊരു സിംഗിൾ പീസാ. എന്നെ ഉണ്ടാക്കിയതും ദൈവം തീരുമാനിച്ചു ഇനി ഇങ്ങനെ ഒരുത്തനെ ഉണ്ടാക്കണ്ടെന്ന്. അപ്പോ ഇങ്ങനെ ഒരാളെ ചൊറിയുന്നത് ബുദ്ധിയാണോ അക്കമ്മോ? എന്നെ സ്ഥലം മാറ്റാൻ വേണ്ടി അക്കമ്മ ഒരുപാട് ബുദ്ധിമുട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. അമറായി. എന്നിട്ടിപ്പോ എന്തായി? ഒരു ചുക്കും സംഭവിച്ചില്ല അല്ലേ? പിന്നെ ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് തീരുമാനിച്ചത് ഗോപാൽജിയാ. മനസ്സിലായോ? ഇവിടുന്ന് ഞാൻ പോകണമെങ്കിലേ അത് ജോർജ് തന്നെ തീരുമാനിക്കണം. എങ്കിൽ പിന്നെ അക്കമ്മ പോ. മോളെ, നിനക്ക് അക്കമ്മയ്ക്ക് ഒറ്റയ്ക്ക് നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളോടാണ് പോവാൻ പറഞ്ഞത്. അപ്പോ പോവച്ചേ. മോളെ, കാര്യം ഞാൻ ഗോപാലി വിളിച്ചിട്ട് വന്നതാണെങ്കിലും എനിക്ക് മോളോട് വിരോധമൊന്നുമില്ല. അയാൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മഹിമയ്ക്കെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കത്തില്ല. സന്തോഷമായില്ലേ? മഹിമക്കുട്ടി എന്തിനാ എപ്പോഴും മുഖം പെറുപ്പിച്ചേക്കുന്നത്? അത് പിന്നെ സ്വപ്നയ്ക്ക് സാറ് സെല്ലില് കട്ടില് കൊടുത്തില്ലേ? ഇവളിപ്പോഴും സിമന്റ് തറയിലല്ലേ കിടക്കുന്നത്. അപ്പൊ പിന്നെ അവക്ക് വിഷമം തോന്നാതിരിക്കോ? ആ, അത്രേ ഉള്ളോ? മോടെ സെല്ലിൽ ഞാനൊരു കട്ടിലിട്ട് തരാം. എന്തേ? മര്യാദയ്ക്ക് സംസാരിച്ചോണം. എന്ത് പറഞ്ഞാലും ചിരിച്ചു നിൽക്കുന്ന പെണ്ണുങ്ങളെ താൻ കണ്ടു കാണും. എന്റെ അടുത്ത് ഈ സംസാരമായിട്ട് വന്ന വിവരം അറിയും. സാർ ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ? രണ്ടെണ്ണം പൊടിച്ച് ഇവളുടെ ജാട അങ്ങ് മാറും. സ്മിതേ, മനുഷ്യരായ കുറച്ച് സൗന്ദര്യബോധമൊക്കെ വേണം. അവളുടെ ജാടയാണ് അവളുടെ സൗന്ദര്യം. ഇങ്ങനെ ഒരുത്തി വളച്ചെടുക്കുന്നതിലാണ് ഒരാണിന്റെ കഴിവ്. അപ്പോ ജോർജ് സാറ് രണ്ടും കൽപ്പിച്ചാണല്ലേ? നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോ രണ്ടും കൽപ്പിച്ചിറങ്ങണം. അവള് അതിനുള്ളൊരാളുണ്ട്. അപ്പൊ ഗോപാൽജി അവളെ ഒഴിവാക്കാൻ പറഞ്ഞതോ? ഗോപാൽജി പോവാൻ പറയും. എനിക്ക് എന്റെ ലക്ഷ്യമാണ് വലുത്. ഹലോ സഞ്ജുട്ടാ, ബേബി, ഇതാരുടെ നമ്പറാ? എന്റെ നമ്പർ തന്നെയാ. എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ജോർജ് സാർ ഒപ്പിച്ചു തന്നതാ. അപ്പോ അയാൾക്ക് കാശ് കൊടുത്തുകൊണ്ട് ഉപകാരം ഉണ്ടായല്ലേ?